2014 ഒക്ടോബറിലാണ് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെടുന്നത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങലായിരുന്നു. 40 വയസ്സിൽ ഞാൻ MBA എടുത്തു. സാഹചര്യങ്ങൾ കാരണം ഒരു ബിസിനസ്സുകാരിയായി മാറിയ ഷിജിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അമ്മാസ് ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ പപ്പടം വെറൈറ്റീസ് ഇറക്കുന്നയാള്. ഷീസ് എ സിംഗിൾ mother of 2 children and one is a differently abled child also. So welcome ഷിജി. ഷിജിയെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഷിജിയുടെ കഥയെല്ലാം അറിയാവുന്നത് കൊണ്ട് അല്ലെ. നമ്മുടെ യാത്ര തുടങ്ങിയത് 2022 തോന്നുന്നു. അപ്പോ കല്യാണിലോട്ട് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് പറയാമോ? ഇവിടെ കല്യാണിൽ ഒരു നാച്ചുറൽ എന്റർപ്രണർ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നല്ലോ. പേപ്പറിലൊരു ആഡ് കാണാൻ ചെയ്തത് ഞാൻ. അപ്പോൾ അങ്ങനെ ബയോഡാറ്റ അയച്ചു കൊടുത്ത് അതിൽ പ്രോഡക്റ്റ് സെലക്ട് ആയി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ കല്യാണിലേക്ക് വരുന്നത്. ഏതൊക്കെ ഫ്ലേവേഴ്സ് ആണ് ഉള്ളത്? ഫ്ലേവേഴ്സ് ഉള്ളത് പ്ലെയിൻ അരിപ്പപ്പടം, ഫ്ലേവർ ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ അരിപ്പപ്പടം ഉണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില, മല്ലിയില, സാമ്പാർ പപ്പടം, മസാല, നാളികേരം, ചുട്ട നാളികേരം, കാന്താരി, ബീട്രൂട്ട്, ക്യാരറ്റ്, തക്കാളി, ഇപ്പോൾ പ്ലസ് മഷ്റൂം പപ്പടം. സിംഗിൾ മദർ ആയിട്ടിരുന്നിട്ട് അതും ഒരു ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ളൊരു കുട്ടിയുടെ അമ്മയായിരുന്നിട്ടും എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നത്? 2014 ഒക്ടോബറിലാണ് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെടുന്നത്. ആക്സിഡന്റ് ആയിരുന്നു? അല്ല, അറ്റാക്ക് ആയിരുന്നു. മൂത്ത ആൾക്കൊരു 9 വയസ്സ്, 11 വയസ്സ്, താഴെയുള്ള ആൾക്ക് 2.5 വയസ്സ്. പക്ഷെ മോൾക്ക് 11 വയസ്സെന്ന് പറഞ്ഞാലും ഡിഫറെൻ്റ് ഏബിളുടെ മെൻ്റലി റിട്ടാർഡ് അവള്. 32 വയസ്സിലാണ് ഞാൻ വിടാവുന്നത്. മൂത്താൾ ഇങ്ങനെയായപ്പോൾ നമുക്ക് ജോലി എന്നുള്ളൊരു ഓപ്ഷനേ വരുന്നില്ല. അവളെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങലായിരുന്നു 9 മാസം മുതൽ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ജോലിക്ക് ഇറങ്ങണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിൽ കയറിയ കുറുക്കഞ്ചേരിയിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടികളുടെ ഷോറൂമിൽ ബാക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് രജിസ്ട്രേഷനിൽ കയറി. അങ്ങനെ ആ ഫീൽഡിലായിട്ട് വർക്ക് ചെയ്തിട്ട് പോകുമ്പോഴാണ് കൊറോണ വരുന്നത്. കൊറോണ വരുമ്പോൾ 1 മാസം ഫുൾ ലോക്ക്ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജീവിക്കണ്ടേ. അപ്പം ആഴ്ചയിൽ നമുക്ക് 3 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസം അങ്ങനെയൊക്കെ ജോലി. അപ്പം അതുകൊണ്ട് നമുക്ക് വരുമാനം എത്തണില്ല. അപ്പം വീട്ടിലാണെങ്കിൽ കുറേ പ്ലാവുണ്ട്. അപ്പം ചക്ക വെട്ടിയിട്ട് ആദ്യം ചക്കപ്പപ്പടം ഉണ്ടാക്കി. പിന്നെ വെറൈറ്റി നോക്കിയാൽ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യുള്ളൂ. പിന്നെ അതിൽ നിന്നാണ് പിന്നെ അരിപ്പപ്പടത്തിലേക്ക് കൺവേർട്ട് ആയിട്ട് അരിപ്പപ്പടം ആദ്യം ഒരു 3-5 ഫ്ലേവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ ജോലി 1 വർഷം കഴിഞ്ഞപ്പോൾ ജോലി റിസൈൻ ഇട്ടിട്ട് പിന്നെ ഇപ്പം ഇത്രയും നാളും ഫുള്ള് ഇത് മാത്രമേ പപ്പടം ഉണ്ടാക്കലും കാര്യങ്ങളായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു 40 വയസ്സിൽ ഞാൻ MBA എടുത്തു. ഇതിനിടയ്ക്ക് അതും കൂടെ എടുത്തു. വെരി ഗുഡ്. ഒരാള് യൂഷ്വലി MBA പഠിച്ചിട്ട് പിന്നെ അവർ ബിസിനസ്സിലോട്ട് പോകും. ആള് ഓൺട്രപ്രണറായി ജോലി എടുത്തു, അത്യാവശ്യം ബിസിനസ്സും നടത്തിയ ശേഷം അപ്സ് ആൻഡ് ഡൗൺസും കണ്ടു, എന്നിട്ട് ആള് MBA എടുത്തു അല്ലേ? ഷിജിയുടെ ഒക്കെ സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഒരു ഇൻസ്പിറേഷൻ കിട്ടേണ്ട ഒരു സ്റ്റോറിയും കൂടെയാണ്. നമ്മൾ പലതും അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചും ആ സങ്കടപ്പെട്ടും ഇരിക്കുകയാണ്. പക്ഷെ ഇയാൾ അതൊന്നും ചെയ്യാണ്ട് ഇനി വാട്ട് നെക്സ്റ്റ് സംഭവിച്ചു പോയി, ഇനി അതിന് പുറകെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നാ ധൈര്യമായിട്ട് ആ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വന്നില്ലേ. എന്തായാലും വളരെ സന്തോഷം. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ.